ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ അദ്ദേഹത്തിന്റെ ഉന്നത ജോലികൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം ശബരിമലയിലെ താന്ത്രിക വിദ്യകളിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. ഈ വാർത്ത വന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യം അദ്ദേഹം ചെയ്യട്ടെ. അദ്ദേഹം LLM-ഉം LLB ഒക്കെ കഴിഞ്ഞ ആളാണ്, ഉന്നത ജോലി ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തതിന് എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? സോഷ്യൽ മീഡിയയിലെ ഈ കമന്റുകൾ എല്ലാം ഒരു 90% കമന്റുകളിലും പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ LLM പഠിച്ച അല്ലെങ്കിൽ LLM കഴിഞ്ഞിട്ട് ജോലി നേടിയ അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്താൽ കിട്ടുന്നതിലും കൂടുതൽ ശമ്പളമാണ് അല്ലെങ്കിൽ തുകയാണ്, സാമ്പത്തികമാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ച് ഇതിലേക്ക് വന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ശബരിമലയിലെ താന്ത്രിക വിദ്യ ചെയ്യുന്നതിനോടായിരിക്കും. എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും കയറി തൂങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു കാര്യവും ഇല്ലാതെ അവർക്ക് ആവശ്യമുള്ള അവരുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? ആർക്കാണ് ഇത്ര പൊള്ളുന്നത്? ഇങ്ങനെ നിങ്ങൾ ഓരോ ആളുകളും ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് മൂലമാണ് നമ്മുടെ നാട്ടിൽ അരാഷ്ട്രീയ അവസ്ഥ ഉണ്ടാകുന്നത്. കുറെ ആളുകൾ അദ്ദേഹത്തെ തള്ളിപ്പറയുമ്പോൾ, അദ്ദേഹത്തിനെതിരെ സംസാരിക്കുമ്പോൾ വർഗീയവാദികളായിട്ടുള്ള BJPയുടെ RSSന്റെ ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചു കൊണ്ടുവരും. പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് അവിടെ സമൂഹത്തിനെ രണ്ടായി ഭിന്നിച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ് പിന്നീട് അവിടെ നടക്കാൻ പോകുന്നത്. ഇത്തരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഇതിനെതിരെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയ അനാവശ്യമായ കമന്റുകൾ ഇടുക, ഇതൊക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. നമ്മുടെ സമൂഹത്തിലെ അരാഷ്ട്രീയവാദവും നമ്മുടെ സമൂഹത്തിലെ ഇത്തരം വർഗീയ ചിന്തകളൊക്കെ അതൊക്കെ വെടിയേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും അവരുടെ സ്വന്തം കാര്യം നോക്കി പോവുക. അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ സമൂഹത്തിന് നല്ലത്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയുക. അപ്പൊ നമുക്ക് ആരെക്കൊണ്ടൊന്നും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും വ്യക്തിസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. എന്നും കരുതി മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നത് ഒരിക്കലും യുക്തിയല്ല, നീതിയല്ല. അത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു.